ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CPIM പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ നിരന്തരമായി പരോൾ ലഭിച്ച് പുറത്തിറങ്ങുന്നതിനെതിരെ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ട് പുറത്തിറങ്ങി. ഈ വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. സഭയിൽ സ്പീക്കറിന്റെ മുഖം മറച്ച പ്ലക്കാർഡുകളും ബാനറുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അതിന് പിന്നാലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ഒരു കാര്യം വളരെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രശ്നമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അങ്ങ് ഉയർത്തിയത്. നിങ്ങൾക്ക് ഉത്തരം കേൾക്കണ്ടേ? നിങ്ങൾ കൂടി ഉയർത്തിയ വിഷയമാണ്. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. യെസ്, മിനിസ്റ്റർ പ്ലീസ്. ഇത് ശരിയായ രീതിയല്ല. TV ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ശ്രീ TV ഇബ്രാഹിം മുണ്ട് കഴിഞ്ഞുകൊണ്ടാ. മുണ്ട് യെസ് മിനിസ്റ്റർ. യെസ്, അദ്ദേഹത്തെ താങ്ങണം, അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് കാക്കണമെന്നാണ്. സർക്കാരിന് പ്രാധാന്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണോ നിയമസഭ പറയുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചത്. പോലീസിന് നേരെ ബോംബെറിഞ്ഞ CPM പ്രവർത്തകനായ പ്രതിയെ 1 മാസം തികയുന്നതിന് മുൻപ് പരോൾ നൽകി പുറത്തിറക്കിയ കാര്യം VD സതീശൻ ഓർമ്മിപ്പിച്ചു. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്നാണോ? അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ കുറേ ചർച്ചകൾ ഇവിടെ നടത്തി, ചർച്ചയ്ക്ക് എടുത്തു എന്ന് പറയുന്നു. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അല്ല, ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ അങ്ങയുടെ ടീമിനെ ഒന്ന് ഓർഡറാക്കി ഇരുത്തണം. PK ബഷീർ സീറ്റിലിരിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കിട്ടില്ല. അല്ല, അങ്ങനെ പറയില്ലേ? ഫ്ലോർ ഓർഡർ ആക്കണം. അദ്ദേഹം മുതിർന്ന അംഗമാണ്. നിങ്ങളുടെ ലീഡർക്ക് LOPക്ക് സംസാരിക്കാൻ നിങ്ങളതിന് അവസരം കൊടുക്കണം. നിങ്ങൾ തന്നെ ഫ്ലോറിൽ ഇറങ്ങി നടന്നാലോ? അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ്. യെസ്, ഞാൻ പറയുന്നത് 20 പോലീസിനെ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ട് 20 വർഷം കോടതി തടവിന് ശിക്ഷിച്ച ക്രിമിനലിനെ 1 മാസം തികയുന്നതിന് മുമ്പ് 2ഉം 3ഉം പ്രാവശ്യം പരോൾ കൊടുത്ത് അയാളെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്, സംഘർഷഭരിതമായ സ്ഥലത്ത്. അതിന് അടിയന്തര പ്രാധാന്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭ കൂടുന്നത്? D. ബിനോയ് വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് V. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടിക്ക് ശേഷം V. കുഞ്ഞികൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളെ പരോൾ നൽകിയിട്ട് പുറത്തുവിടുന്ന അവസ്ഥയാണ് എന്നാണ് നിയമസഭയിൽ സഭ ബഹിഷ്കരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സൂചിപ്പിച്ചത്. D. ബിനോയ്. ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസിന് പുറമെ പെരിയ ഇരട്ട കൊലക്കേസിലെ പ്രതി കൂടി ജാമ്യം നേടി പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടായി. നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ശേഷം ആണ് ഈ സംഭവം ഉണ്ടായത്. D. ബിനോയ്. അടിക്കടി സഭ ബഹിഷ്കരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം വലിയ തരത്തിൽ സഭയിൽ നടുത്തളത്തിൽ വരെ ഇറങ്ങിയ ടി.പി. ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് നൽകിയത്. ഇത് വലിയ തരത്തിൽ ചർച്ചയായി മാറിയിരുന്നു. നേരത്തെ തന്നെ ടി.പി. ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികൾക്ക് വലിയ തരത്തിലുള്ള ഈ ഇളവുകൾ ജയിലിൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആരോഗ്യപരമായ കാര്യങ്ങളുടെ ഭാഗമായി ആയുർവേദ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോയത് പരസ്യമായി മദ്യപിച്ചതുമൊക്കെ തന്നെ വലിയ വാർത്തയാവുകയും പിന്നീട് അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ചില പ്രതികൾക്ക് വേണ്ടി അവരുടെ പരോളിൽ കൂടുതൽ ഇളവ് കിട്ടുന്നതിന് വേണ്ടിയും ശിക്ഷ ഇളവിന് വേണ്ടിയും ഒക്കെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിക്കാൻ ഉള്ള നീക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ്
ആ വിഷയം വീണ്ടും സഭയുടെ മുന്നിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവന്നത്. എന്നാൽ പക്ഷേ നോട്ടീസ് പോലും സ്വീകരിക്കുവാൻ സ്പീക്കർ തയ്യാറായില്ല എന്ന് കാണിച്ചായിരുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധം. ഈ ഒപ്പം തന്നെ സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. കഴിഞ്ഞ സഭാ സമ്മേളനത്തിലും ഇത്തരത്തിൽ ടി.പി. ചന്ദ്രശേഖരൻ പദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. നിലവിൽ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പരോളുകൾ നൽകുന്നു, അതായത് സാധാരണഗതിയിൽ ശിക്ഷാ കാലയളവിൽ നൽകുന്ന പരോളുകളെക്കാൾ കൂടുതൽ പരോളുകൾ നൽകുന്നതിന് ഉപരിയായി പരോളിൽ ഇറങ്ങിയതിന് ശേഷം ഇവർക്ക് യഥേഷ്ടം നാട്ടിൽ വിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം സർക്കാർ ഒരുക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സഭയിൽ അടിയന്തര പ്രമേയത്തിന് നീക്കം നടത്തിയെങ്കിലും നോട്ടീസ് പോലും സ്വീകരിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. കാരണം ഈ വിഷയം സഭയ്ക്ക് പുറത്തുള്ളതാണ്, കോടതിയുടെ പരിഗണനയിലുള്ളതാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയും പരാമർശവും. ഇതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. എന്നത്തെ പോലെ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് സഭയ്ക്കുള്ളിൽ നടത്തിയത്. അതിനുശേഷം സഭ പൂർണ്ണമായും ബഹിഷ്കരിക്കുകയും ചെയ്തു എന്നാണ്. ശരി. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമുള്ളതുകൊണ്ടാണ് പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിച്ചത് എന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഈ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കുന്നതിന് എതിർപ്പില്ല എന്നും മന്ത്രി പറഞ്ഞു. അപ്പൊ ഇപ്പോ വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവർക്ക് ഇത് ഉന്നയിക്കണമെങ്കിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല സർ, സർക്കാരിന് വിരോധമില്ല. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളിൽ പലർക്കും 1000-ലധികം ദിവസം പരോൾ നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തടവുകാർക്കുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ.കെ. രമ എം.എൽ.എയുടെ മുൻപിൽ മറുപടി പറയാൻ കഴിയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.